ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ JCNDSD എന്ന് പറയുന്ന ഒരു ചാനലിൽ ജീസസ് ഉള്ളി വണ്ണസ് പെൻഡക്കോസ്റ്റൽസിൻ്റെ ചിലരൊക്കെ കൂടിയിരുന്നു കൊണ്ട് എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയതായി കണ്ടു. അവരവിടെ നടത്തിയ പരാമർശങ്ങളുടെ ഇടയിൽ കണ്ട ഒരു വ്യക്തിയുടെ വെല്ലുവിളി എന്നെ വളരെ വ്യക്തിപരമായി എടുത്ത് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വെല്ലുവിളി കണ്ടു. ആ വെല്ലുവിളി നിങ്ങളൊന്ന് കാണുക. ഒരൊറ്റ സ്നാനം പിതാവ് പിതൃനും പരിശുദ്ധാത്മാവ് മറ്റിൽ പറഞ്ഞ് സ്നാനപ്പെടുത്തി ഒരു തെളിവ് കാണിക്കാൻ പറ്റുമോ? ഇദ്ദേഹത്തിൻ്റെ ഈ വെല്ലുവിളിയും ഒക്കെ കണ്ടാൽ തോന്നും ബൈബിളിലുടനീളം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ടെന്ന്. ഒരൊറ്റ വാക്യം പോലും ബൈബിളിൽ കാണിക്കാൻ നാളിന്ന് വരെ ഇവരിൽ ഒരുത്തർക്കും കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുവെന്നോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുവെന്നോ ഉരുവിട്ടുകൊണ്ട് ആരെയെങ്കിലും സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിളിലില്ല. ഇനി പോട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിളിലില്ല. ഇതൊന്നുമില്ലാതെ വെറുതെ ഇവരവകാശവാദം നടത്തുകയാണ്. ബൈബിൾ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാത്ത പാവങ്ങൾ ഇവരുടെ ചതിക്കുഴിയിൽ ധാരാളം വീണുപോയിട്ടുണ്ട്. ബൈബിൾ സൂക്ഷ്മതയോടെ പഠിക്കുന്ന പരിശോധിക്കുന്ന ഒരുത്തരുടെയും അടുക്കൽ ഇവരുടെ ഈ തന്ത്രം വിജയിക്കത്തില്ല. ജീസസ് ഉള്ളി വണ്ണസ് പെൻഡക്കോസ്റ്റൽ എന്ന് പറയുന്ന സമൂഹം വചനമറിയാത്ത ആൾക്കാരെ വഞ്ചിക്കുവാൻ ഇറങ്ങിയൊരു സമൂഹമാണ്. ഏതോ സായിപ്പിനുണ്ടായ വെളിവുകേടാണ് ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അതല്ലാതെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ബാപ്റ്റിസമല്ല ഇവർ കഴിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന ബാപ്റ്റിസം സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ച കൽപ്പന മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലുണ്ട്. അത് ഉരുവിടാനല്ല, അനുസരിക്കാനുള്ളതാണ്. അപ്പോൾ സ്നാനം കഴിപ്പിക്കേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അത് ഉരുവിടണമെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഉരുവിട്ടതായി ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നും ഉരുവിട്ടുകൊണ്ട് ആരെയും സ്നാനം കഴിപ്പിച്ചതായും ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിലുള്ളത് സ്നാനം കൊടുക്കുന്നയാൾക്ക് യേശുക്രിസ്തു നൽകിയ നിർദ്ദേശം അത് വ്യക്തമായുണ്ട്. അപ്പോസ്തലന്മാരോടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവീൻ എന്നാണ് യേശുക്രിസ്തു അവർക്ക് കൽപ്പന കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകങ്ങളിൽ നോക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ സ്നാനമേൽക്കാൻ ആൾക്കാരോട് പറഞ്ഞതായിട്ടുണ്ട്. സ്നാനമേൽക്കാനാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 10:48 സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഒരു പരിഭാഷയിൽ മാത്രം കാണുന്ന പരിഭാഷ വെച്ചുകൊണ്ടാണ് ഇവർ ഈ മലയാളികളുടെ ഇടയിൽ അഭ്യാസം കാണിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്ന മറ്റൊരു പരിഭാഷ ലഭ്യമാണ്. അവിടെ ശിമയോൻ കൊർന്നേല്യോസിൻ്റെ വീട്ടിൽ കൂടി വന്ന ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന്. അവരാണ് തിരിച്ച് ശിമയോനോട് പറയുന്നത്, ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം താമസിക്കണമെന്ന്. അത് ഇംഗ്ലീഷിൽ വായിച്ചാലും അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഹി കമാൻഡഡ് ദം ടു ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് ശിമയോൻ അവരോട് ആജ്ഞാപിച്ചു. അവർ ശിമയോനോട് ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം പാർക്കണം എന്ന് അപേക്ഷിച്ചു. ഇതാണ് ബൈബിളിലുള്ളത്. ഇതല്ലാതെ വണ്ണസ് പെൻഡക്കോസ്റ്റൽസ് പഠിപ്പിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിളിലില്ല.
ബൈബിളിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്നാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, സ്നാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്ന് അർത്ഥപൂർണമല്ലാത്ത അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ഒരു ഡയലോഗ് വിട്ട് അപ്പോൾ പാവങ്ങൾ അറിയാത്തവർ നോക്കുന്നവർ, വചനം അറിയാത്ത പാവങ്ങൾ നോക്കുമ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനം. അങ്ങനെ ഈ വ്യാജന്മാരുടെ ചതിക്കുഴിയിൽ അനേകർ വീണു പോയിട്ടുണ്ട്. പിന്നെ ഇവരുടെ സംഘടന വളർന്നത് അമേരിക്കയിലെ സായിപ്പിൻ്റെ കാശ് കൊണ്ടാണ്. അമേരിക്കയിൽ നിന്ന് സായിപ്പിൻ്റെ കാശ് കൊണ്ടാണ് ഇവരുടെ സംഘടന വളർന്നത്, അല്ലാതെ ഒന്നുമല്ല. ആ കാശ് വാങ്ങിച്ച് തിന്നവർ ഇപ്പോൾ ആ സായിപ്പിൻ്റെ ഉപദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന അടൂര്, പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ്. എൻ്റെ നാട്ടിൽ സായിപ്പിൻ്റെ ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇന്ന് ഇവരുടെ ഹെഡ്ക്വാർട്ടറുണ്ട്. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ. വ്യക്തിപരമായ വിഷയങ്ങളൊന്നും ഞങ്ങളുടെ വിഷയമല്ല. വിശുദ്ധ വേദപുസ്തകം തെളിവായി പറയുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആരെയെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല. ഞാൻ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് അതിനനുസരിച്ചാണ് വിശ്വാസ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. അതല്ലാതെ തൃത്തക്കാരെന്ത് പറയുന്നു, യേശുവിൻ്റെ നാമക്കാരെന്ന് പറയുന്ന പെന്തക്കോസുകാർ, വണ്ണസുകാരെന്ത് പറയുന്നു, യഹോവയുടെ സാക്ഷികൾ എന്ത് പറയുന്നു എന്നോ വേറെ ആരെങ്കിലും എന്ത് പറയുന്നു എന്നോ നോക്കിയിട്ടല്ല. വിശുദ്ധ വേദപുസ്തകം സുവ്യക്തമായ തെളിവോടെ പറയുന്ന ഏത് കാര്യത്തോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. താങ്ക് യു.